Welcome to Garam Masala, the magic spices of cooking. ഇന്ന് നമുക്ക് ഇടിക്കല്ല് എങ്ങനെ മയക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പുതുതായി വാങ്ങിച്ചിട്ടുള്ള ഇടിക്കല്ല് ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായി വാഷ് ചെയ്തെടുക്കണം. ഇതിലെ പൊടിയെല്ലാം പോകാൻ വേണ്ടിയാണിത്. ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മാത്രം മതി. ഡിറ്റർജന്റോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്കിതിനെ ഉണക്കിയെടുക്കണം. എയർ ഡ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത്. നന്നായി ഉണങ്ങിയതിനു ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വൈറ്റ് റൈസ് എടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിന്റെ എല്ലാ സൈഡും തട്ടുന്നത് പോലെ വേണം പൊടിച്ചെടുക്കാൻ. ഒന്ന് പൊടിഞ്ഞതിനു ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ കഴിയുന്ന അത്ര അരച്ചെടുക്കണം. ഇടിക്കല്ല് സ്ലിപ്പ് ആകുകയാണെങ്കിൽ അടിയിൽ ഒരു കിച്ചൺ ടിഷ്യൂ വെച്ചതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ആദ്യ കുറച്ച് തവണ ഉപയോഗിക്കുമ്പോൾ ഈ കല്ലിന്റെ സൈഡിൽ നിന്നെല്ലാം ഇതുപോലെ പൊടി വരും. അരി പേസ്റ്റായി വരുമ്പോൾ ഇതിനെ കല്ലിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഒന്നുകൂടെ വാഷ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 4 വെളുത്തുള്ളി എടുക്കാം. ഇതിനെ നമുക്ക് നന്നായി മാഷ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇവ എടുക്കാം. ഇതിനെ കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം. നന്നായി അരഞ്ഞു വരുമ്പോൾ നമുക്കിതിനെ ഇടിക്കല്ലിൽ നിന്നും മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ കല്ലിനെ വാഷ് ചെയ്തെടുക്കാം. സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നന്നായി വാഷ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ ഉണക്കിയെടുക്കാം. എയർ ഡ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമ്മുടെ ഈ ഇടിക്കല്ല് നമുക്ക് ഉപയോഗിക്കാം. ഈ ഇടിക്കല്ല് എല്ലാ പർപ്പസിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. താങ്ക് യു.